ദൈവനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ നിലയിൽ വചനം പഠിക്കുവാനായിട്ട് ചുരുക്കം പേർക്കാണെങ്കിലും കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. നമുക്ക് വചനത്തിന്റെ മുമ്പാകെ അല്പസമയം ആയിരിക്കാം, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാനും ചിന്തിക്കുവാനും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ, കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനോട് നിരപ്പ് പ്രാപിക്കുവാനും ഈ വചനങ്ങൾ മുഖാന്തരം ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ പഠനം ആരംഭിച്ചത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ടേണിൽ ചിന്തിച്ചത് ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. പ്രധാനമായിട്ടും അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനെ ക്രേത്ത എന്ന പട്ടണത്തിൽ വിട്ടേച്ച് പോയതിന്റെ ഉദ്ദേശം ആ ക്രേത്ത സഭയിലെ അല്ലെങ്കിൽ ക്രേത്തയിലുള്ള വിശ്വാസികളുടെ അവരുടെ നടപ്പ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കൂടാതെ ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കുക എന്നുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പരമേൽപ്പിക്കുക ഉണ്ടായി. പൗലോസ് തീത്തോസിനെ പരമേൽപ്പിക്കുകയുണ്ടായി. കൂടാതെ തന്നെ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ച കാര്യങ്ങളാണ് മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ മൂപ്പന്മാരുടെ യോഗ്യതകൾ, ആരാണ് മൂപ്പനെ നിയോഗിക്കുന്നത്, അവർക്കുണ്ടാകേണ്ട സവിശേഷതകൾ എന്നീ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച കാര്യമാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ് എഴുതിയ ലേഖനം, ഈ മൂന്നും ഒരുമിച്ച് നമ്മൾ ധ്യാനിച്ച് അതിൽ നിന്നും ശുശ്രൂഷകന്മാരുടെ യോഗ്യതകൾ, ആരാണ് ശുശ്രൂഷകന്മാർ എന്നീ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. കൂടാതെ ശുശ്രൂഷക്കാരത്തികൾ, സഭയിൽ ശുശ്രൂഷക്കാരത്തികൾക്കുള്ള സ്ഥാനം, ആരാണ് ശുശ്രൂഷക്കാരത്തികൾ എന്നീ നിലയിലുള്ള കാര്യങ്ങളും പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഞാൻ ഒന്നാമത്തെ അധ്യായം ആ നിലയിൽ അത് വിടുകയാണ്. തുടർന്ന് മുന്നോട്ട് രണ്ടാമത്തെ അധ്യായത്തിലോട്ട് നമുക്കിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി തന്നെ ആയിരിക്കാം. ഈ തീത്തോസിന്, അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ പ്രധാനമായിട്ടും അതിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് അത് സഭയായും കുടുംബമായും ഉള്ള ഒന്നിച്ചുള്ള ഒരു ബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് സഭാ കുടുംബത്തിലെ യോഗ്യമായ നടപ്പിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ തീത്തോസിന്റെ ലേഖനത്തിൽ പ്രധാനമായിട്ടും ഉന്നയിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആ ഒരു അച്ചടക്ക മനോഭാവം അത് ആയിരിക്കണം നമ്മൾ സഭയിലായിരിക്കുമ്പോൾ ആയിരിക്കേണ്ടത് എന്നീ നിലയിലുള്ള വളരെ കർശനമായിട്ടുള്ള കാര്യങ്ങളാണ് തീത്തോസിന്റെ ലേഖനത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതില് രണ്ടാമത്തെ അധ്യായത്തിലോട്ട് കടന്നു വരാം. രണ്ടാമത്തെ അധ്യായത്തിൽ അതിലെ 1-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ വായിക്കുന്നു, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനെ ക്രേത്തയിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ ക്രേത്തയിലുള്ള സഭയോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുവാനും ഉപദേശിപ്പിക്കുവാനും പഠിപ്പിക്കുവാനുമായിട്ടാണ് തീത്തോസിനെ അവിടെ ക്രേത്ത എന്ന സ്ഥലത്തിൽ പൗലോസ് ആക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു സഭയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ഒരു സഭ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് ഉപദേശം എന്നുള്ളത്. അതായത് നമുക്കറിയാം, ഒരു സഭ എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടും ഒരു ചട്ടക്കൂടുണ്ടായിരിക്കും, അതില് ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതേപടി തന്നെയാണ് നമ്മളൊരു കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു കുടുംബം എന്ന നിലയിൽ നമ്മളൊരു കുടുംബത്തെ എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരു ചട്ടക്കൂട്, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ മക്കൾ, ഇവർ ചേരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ അവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും മനോഭാവവും എങ്ങനെയാണ്, അതുപോലെ തന്നെയായിരിക്കണം ഒരു സഭയോടുള്ള ബന്ധത്തിൽ കൂട്ട സഹോദരി സഹോദരന്മാർ, വിശ്വാസികൾ തമ്മിലുള്ള ഒരു ബന്ധം.
ഇത് രണ്ടും വളരെയധികം ബന്ധപ്പെട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു സഭയെ സംബന്ധിച്ച് ഒരു സഭയെ എടുക്കുമ്പോൾ ഉപദേശം മാറ്റി നിർത്തി ഒരു സഭയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. പ്രത്യേകിച്ച് വേർപാട് സഭകളോടുള്ള ബന്ധത്തിൽ ഉപദേശം എന്ന കാര്യം വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ തീത്തോസിന് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനോട് പറയുമ്പോൾ അവിടെ പറയുന്നു, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക എന്ന് അവിടെ പറയുന്നു. നമുക്കറിയാം ഈ പത്യ ഉപദേശം എന്ന് പറയുന്നത് പത്യോപദേശം, അതായത് മലയാളത്തിൽ മറ്റ് അർത്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പത്യോപദേശം അല്ലെങ്കിൽ പത്യം എന്ന് പറയുമ്പോൾ അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഉപദേശം, അല്ലെങ്കിൽ ഒരു നല്ലതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്, അല്ലെങ്കിൽ ആവശ്യകതയുള്ള ഒരു ഉപദേശം, അതാണ് പത്യോ ഉപദേശം എന്ന് നമുക്ക് മലയാളത്തിൽ മറ്റ് അർത്ഥങ്ങൾ നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ആ പദം നോക്കുകയാണെങ്കിൽ പത്യോപദേശം എന്ന് പറയുന്നത് സൗണ്ട് ഡോക്ട്രിൻസ് എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആരോഗ്യകരമായിട്ടുള്ള ഉപദേശം. ഈ ഒരു വാക്ക് തീത്തോസിന്റെ ലേഖനത്തിന് പുറമെ 1 തിമോത്തിയോസ് 1:10 2 തിമോത്തിയോസ് 4:3 ഈ പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഉപദേശം, അതിനെ ഒന്നുകൂടി വിശദീകരിച്ച് പറയുമ്പോൾ ജീവിതവും ഉപദേശവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നതായിരിക്കണം പത്യോ ഉപദേശം. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് തിരുവഴുത്തിന്റെ പൊതു ഉപദേശത്തിന് ചേരുന്നതായിരിക്കണം ജീവിതം. അതായത് ഞാനൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യം മറ്റ് ആൾക്കാർ അല്ലെങ്കിൽ മറ്റു സഹോദരനോടോ സഹോദരിയോടോ അത് പറയുമ്പോൾ ഞാൻ ആ ഉപദേശം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് വേണം ഞാൻ മറ്റുള്ളവരോടൊത്ത് അത് പറയുവാൻ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജീവിതവും ഉപദേശവും പൊരുത്തപ്പെടുന്നത് ആയിരിക്കണം. അല്ലാതെ ഞാൻ പ്രമാണിക്കാത്ത അല്ലെങ്കിൽ ഞാൻ അനുസരിക്കാത്ത ഒരു കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു ഉപദേശമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള കാര്യം ഞാൻ അംഗീകരിച്ച് അത് പ്രാവർത്തികമാക്കിയിട്ട് അത് മറ്റുള്ളവരടുത്ത് പറയുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു ഉപദേശമായിട്ട് ഇരിക്കുന്നു. നമുക്കറിയാം ഇന്ന് പലയിടത്തും അല്ലെങ്കിൽ അല്ലെങ്കിൽ പല സഭകളിലും ഈ ഉപദേശം എന്ന് പറയുന്നത് അതിപ്പോൾ വലുതായിട്ട് കാണുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. അതിന് പലവിധമായിട്ടുള്ള കാരണങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഉപദേശമായിട്ട് നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സഭ മാറിപ്പോവുകയോ അല്ലെങ്കിൽ അവര് മറ്റു കൂട്ടുകളൊക്കെ ഉണ്ടാക്കി ഉപദേശം പറയുന്നവർക്കെതിരെ സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഉപദേശം അത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമായിട്ട് സഭയിൽ ഇരിക്കുന്നു. ഉപദേശിക്കേണ്ടുന്ന കാര്യം അത് ഉപദേശിക്കുക തന്നെ ചെയ്യണം. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യം മറ്റുള്ളവരടുത്ത് അത് പറയുന്നതാണെങ്കിൽ അത് ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ അത് ഫലവത്തായിരിക്കുന്ന ഒരു ഉപദേശമായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ആ വാക്യത്തിന്റെ തുടർന്ന് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. നമുക്കറിയാം ഈ ചേരുന്നത് എന്നുള്ള പദം മലയാളത്തിൽ മറ്റ് അർത്ഥങ്ങൾ നോക്കുമ്പോൾ അത് യോഗ്യമായിട്ടുള്ളതായിരിക്കണം. ചേരുന്നത് മറ്റ് അർത്ഥങ്ങളാണ്. ചേരുന്നതെന്ന് പറയുമ്പോൾ യോഗ്യമായിട്ടുള്ളത്, ഉചിതമായിട്ടുള്ളത് എന്നുള്ള പദങ്ങളിലൊക്കെ തർജ്ജിമ ചെയ്തിരിക്കുന്നത് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മൾ ഒരു സഭയിൽ ആയിരിക്കുമ്പോൾ അവിടെ ഉപദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിലും ഉപദേശം ലഭിക്കാത്ത അല്ലെങ്കിൽ ഉപദേശം കൊടുക്കാത്തതിന്റെ ബുദ്ധിമുട്ട് മൂലം പല കുറവുകളും കുറ്റങ്ങളും സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് തിരുത്തേണ്ടുന്ന കാര്യങ്ങൾ അത് തിരുത്തുക തന്നെ ചെയ്യണം. അത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയും. തീത്തോസിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നു, ശാസിക്കണം, തർജ്ജനം ചെയ്യണം, ഗുണീകരിക്കണം എന്നുള്ള പദങ്ങളൊക്കെ തിമോത്തിയോസിലും തീത്തോസിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ആരോഗ്യമുള്ള സഭ അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള സഭ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ആരോഗ്യമുള്ള ഉപദേശം ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. ഉപദേശമില്ല എങ്കിൽ
ചില ഭിന്നിപ്പുകളും ചില വേർപെടലുകളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് തീത്തോസിനോട് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, നീ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയുക എന്നൊക്കെ അർത്ഥം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കുടുംബത്തിലായാലും നമ്മളൊരു കുടുംബത്തെ സംബന്ധിച്ച് ഒരു കുടുംബത്തിൽ വളരെ അച്ചടക്കവും അല്ലെങ്കിൽ ആ ഒരു കെട്ടുറപ്പോട് കൂടി പോകുന്നുണ്ടെങ്കിൽ അത് സഭയിൽ വരുമ്പോൾ ആ ഒരു കെട്ടുറപ്പും ഐക്യതയും ഇല്ലാതിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വേദപുസ്തകം അതിനോട് യോജിക്കുന്നില്ല. നമ്മളെ കുടുംബത്തിൽ ഏത് മനോഭാവം അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ അവർ തമ്മിൽ എങ്ങനെയുള്ള ആ ഒരു പഥ്യമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ട് ആ ഒരു ബന്ധം ഇരിക്കുന്നുവോ അതേ നിലയിൽ തന്നെ ആയിരിക്കണം നമ്മൾ സഭയിൽ ആയിരിക്കുമ്പോഴും. അല്ലെങ്കിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മൾ ഈ വേദപുസ്തകം ഈ ഒന്നാമത്തെ ഒക്കെ അധ്യായം അല്ലെങ്കിൽ തിമോത്തിയോസിന്റെ ലേഖനത്തിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ 1-2 തിമോത്തിയോസിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സഭയോടുള്ള ബന്ധത്തില് അവിടെ ആരാണ് ഉപദേശിക്കേണ്ടുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ അത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ പറയുന്നത് മൂപ്പന്മാർ ഉപദേശിക്കുവാൻ സമർത്ഥന്മാർ ആയിരിക്കണം എന്നുള്ള പദം നമ്മൾ 1 തിമോത്തിയോസ് 2 തിമോത്തിയോസ് ആ വേദഭാഗങ്ങൾ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഒരു സഭയിൽ മൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഉപദേശത്തിന് അവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. മൂപ്പന്മാർ ഉപദേശിക്കുക തന്നെ ചെയ്യണം. അതായത് എന്തെങ്കിലും വിശ്വാസികൾ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്തുവാനുണ്ടെങ്കിൽ അത് മൂപ്പന്മാർ ചെയ്തേ പറ്റൂ എന്ന് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ രണ്ടാമത്തെ അധ്യായത്തില് 2-3 വാക്യങ്ങളിൽ മുന്നോട്ട് വരുമ്പോൾ അവിടെ വൃദ്ധന്മാർ അവരെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു ഉപദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നന്മ ഉപദേശിക്കണമെന്നുള്ള പ്രയോഗം കാണുന്നുണ്ട്. അത് നമ്മൾ ആ വാക്യത്തിൽ പിന്നാലെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഉപദേശം എന്ന് പറയുന്നത് വളരെ ഒരു പ്രസക്തമായിട്ടല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് ഉപദേശം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഉപദേശം ആയിരിക്കുന്നു. നമ്മൾ ഒന്നുകൂടി അത് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ ഉപദേശിക്കണം അല്ലെങ്കിൽ ഒരു സഭയില് വിശ്വാസികൾ ഉണ്ടായിരിക്കുമ്പോൾ അവിടെ ആരെ ഉപദേശിക്കണം എന്നുള്ളത് നേരത്തെ ചിന്തിച്ചതാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തില് നമ്മൾ തെറ്റിപ്പോകുന്ന ആടുകളെ അല്ലെങ്കിൽ ഉപദേശകരമായിട്ടോ അല്ലെങ്കിൽ മറ്റു അഭിപ്രായ ബന്ധങ്ങളിലോ ഒക്കെ ആയിരിക്കുമ്പോൾ അവരെ ചെന്ന് കാണുകയും അവരെ സംസാരിക്കുകയും വേണ്ടുന്ന ഉപദേശം കൊടുക്കുകയും ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ സഹോദരൻ സഹോദരി നഷ്ടപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരുപക്ഷെ ആദ്യമൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ വന്നാലും അതിനെ ഒന്ന് ശരിയായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് ഇതാണ് ശരി എന്നും അത് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ആ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഉപദേശം എന്ന് പറയുന്നത് വളരെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമായിട്ടിരിക്കുന്നു. നമുക്കറിയാം, ഞാൻ ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പറയും ഉപദേശി വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ട് ഉപദേശി വരുന്നു എന്ന് പറയാറുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഉപദേശി വരുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിലൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഉപദേശി വരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ ഞാനായിരിക്കുമ്പോൾ നമ്മുടെ ജോസഫ് അപ്പച്ചൻ വരും, മിക്കവാറും വരും. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് വരാതിരിക്കത്തില്ല. അത് അമ്മയുടെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കാനായിരിക്കും വരുന്നത്. അപ്പൊ ദൂരേന്നെ വരുന്ന കാണുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയും, അമ്മേതാ ഉപദേശി വരുന്നു, ഞാൻ പോകുന്നെന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നീട് എനിക്ക് പിന്നീടുള്ള കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളിൽ മനസ്സിലായി എന്താണ് ഉപദേശം, എന്തിനാണ് വരുന്നത്. അതൊക്കെ ഇപ്പൊ ചിന്തിക്കുമ്പോൾ അതൊക്കെ നല്ലതിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ സഭയിൽ ഉപദേശം എന്നുള്ള കാര്യം പറയുന്നതായിട്ട്
കേൾക്കുവാനായിട്ട് കുറവാണ്. എന്നാൽ മറ്റ് സഭകളിലൊക്കെ പോകുമ്പോൾ അനേകം കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഉപദേശം, അതേപോലെ തന്നെയാണ് ആ ഉപദേശത്തിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഒരു സഭയില് ഉപദേശം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഉപദേശമില്ലെങ്കിൽ ആടുകൾ തെറ്റിപ്പോകുവാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം കുറയാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസികൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഉപദേശം വളരെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ പുതിയ നിയമത്തിൽ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പലരുമായിട്ടും വർത്തമാനം സംഭാഷിക്കുമ്പോൾ യേശു ക്രിസ്തു പല നിലയിൽ അവരെ ഒക്കെ ഉപദേശിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് കള്ളസത്യം ചെയ്യരുത് എന്നുള്ള ഒരു ഉപദേശം. ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതൊരു ഉപദേശമായിട്ട് അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഒന്നാമതായിട്ട് പറയുന്നത് കള്ളസത്യം ചെയ്യരുത്. പിന്നെ പറയുന്നത് നിന്നെ ഒരുത്തൻ വലത്തെ ചെകിടത്ത് അടിച്ചു കഴിഞ്ഞാൽ അവന് മറ്റേ വശവും കാണിച്ചു കൊടുക്കുക. കൂടാതെ പറയുന്ന ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ള ഉപദേശങ്ങളൊക്കെ അതൊരു ഉപദേശമായിട്ട് കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ കാണാറുണ്ടോ? ഒരു ചെകിട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു മനോഭാവം നമ്മൾ ഈ കാലഘട്ടത്തിലൊന്നും കാണുന്നില്ല, അല്ലെ? ഒരു ചെകിട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിവിന്റെ പരമാവധി മറ്റേ ആളുടെ 2 ചെകിടിലും അടിച്ചു കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയല്ല കർത്താവായ യേശു ക്രിസ്തു ഉപദേശിച്ചത്. നിന്നെ ദ്രോഹിക്കുന്നവരെ സ്നേഹിക്കുവാനും നിന്നെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുവാനുമാണ് കർത്താവായ യേശു ക്രിസ്തു ഉപദേശിച്ചിട്ടുള്ളത്. നമ്മളെ മത്തായി എഴുതിയ സുവിശേഷം തന്നെ 5-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങളിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ഉപദേശമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. അപ്പോൾ ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ഉപദേശമായിട്ടിരിക്കുന്നു. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വച്ച് ഓർമ്മ വന്നാൽ. പലപ്പോഴും ഈ ഒരു ഓർമ്മ നമുക്ക് വരാറില്ലല്ലേ? നമ്മൾ തിന്മ അല്ലെങ്കിൽ നമ്മൾ കുറ്റങ്ങൾ ചെയ്ത് ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വരാറേ ഇല്ല, നമ്മൾ ചിന്തിക്കുക പോലുമില്ല. എന്നാൽ അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. നിന്റെ കുറ്റം, അത് മറ്റുള്ളവരോട് നീ കാണിക്കുന്ന കുറ്റം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് തെറ്റായിട്ട് തോന്നി നിനക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നീ ആ വ്യക്തിയോട് ചെന്ന് നിരപ്പ് പ്രാപിച്ചേ പറ്റൂ. അത് ഏത് ഉന്നത സ്ഥാനത്തിലുള്ളവരായിരുന്നു. സഭയിൽ ഉന്നത സ്ഥാനം അങ്ങനെ ഇല്ല ഞാൻ ഉദ്ദേശിച്ചത്. സഭയിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള സ്ഥാനങ്ങളും എല്ലാവരും തുല്യരാണ്. എന്നാൽ പരസ്പര സ്നേഹബന്ധം അല്ലെങ്കിൽ ഐക്യതയില്ല, അല്ലെങ്കിൽ ഒരു സഹോദരനോട് ഒരു സഹോദരിക്ക് മറ്റേ സഹോദരിയോട് എന്തെങ്കിലും ഇടർച്ച ഉണ്ടെങ്കിൽ അത് ആ സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട് ചെന്ന് നിരപ്പ് പ്രാപിക്കുക തന്നെ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ബൈബിൾ ക്ലാസ്സിലൊക്കെ അതാണ് കൂടുതലും പഠിച്ച കാര്യം. അത് നിരപ്പ് പ്രാപിച്ചേ പറ്റൂ. അത് പ്രാപിക്കാതെ നിന്റെ വഴിപാട് വന്ന് ദൈവത്തിന് അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ദൈവം പ്രസാദിക്കയില്ല. അത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. കൂടാതെ തന്നെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയോടും ഉപവാസത്തെയും കുറിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. അത് നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ 6-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും അത് മറ്റുള്ളവർ അത് വേണമെന്നുള്ള ഒരു കാര്യമായിട്ട് മറ്റുള്ളവരെ ഉപദേശിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ വാക്യം തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഒരു സഭയോടുള്ള ബന്ധത്തിൽ ഉപദേശത്തിന് വളരെ പ്രസക്തി അല്ലെങ്കിൽ വളരെയധികം സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഉപദേശമില്ലെങ്കിലോ അത് പരാജയം തന്നെ ആയിരിക്കണം.
നമ്മൾ അത് പലപ്പോഴും തിരുത്തേണ്ടുന്ന കാര്യം അത് കണ്ടില്ല എന്ന് വച്ചു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ കാലങ്ങളിൽ ആ ഒരു കാര്യം വഷളാവുക തന്നെ ചെയ്യും. അപ്പോൾ ഉപദേശം കൊടുക്കേണ്ടുന്ന സമയത്ത് ഉപദേശം കൊടുത്തേ പറ്റൂ. അത് വേദപുസ്തകം പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഉപദേശത്തെക്കുറിച്ച് മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതിനോടുള്ള ബന്ധത്തിൽ പറയട്ടെ. നമ്മൾ ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ഉപദേശത്തോടുള്ള ബന്ധത്തില് പഠിപ്പിക്കൽ ഉണ്ട്, കൂടാതെ തന്നെ ബോധനം അല്ലെങ്കിൽ ബോധനമുണ്ട്, മൂന്നാമതായിട്ട് ശിക്ഷണം അല്ലെങ്കിൽ ശാസനം. ഈ 3 കാര്യങ്ങളും ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് ചിന്തിക്കുകയാണെങ്കിൽ തിമത്യോസിന്റെ 2 തിമത്യോസ് 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ തിമത്യോസിന്റെ 2 തിമത്യോസ് 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കുടുംബവും ഒരു സഭയും ഇത് രണ്ടും തുല്യം അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ടുള്ള ഒരു വശമായിട്ട് ഇരിക്കും. അപ്പോൾ ഒരു കുടുംബത്തിനോടുള്ള ബന്ധത്തിൽ ശിക്ഷണ നടപടികൾ കുടുംബത്തിലുമുണ്ട്. അത് കുടുംബത്തിലുമുണ്ട് സഭയിലുമുണ്ട് ശിക്ഷണ നടപടികൾ. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ പലപ്പോഴും ശിക്ഷിക്കുവാനും അല്ലെങ്കിൽ അതുപോലെയുള്ള ശിക്ഷണ നടപടികളൊക്കെ സ്വീകരിക്കുവാനും നമ്മൾ ഉത്സാഹമുള്ളവരാണ്. എന്നിരുന്നാൽ ഒരു സഭയോടുള്ള ബന്ധത്തിൽ ആ നിലയിൽ ശാസിക്കുവാനോ ശിക്ഷണം ചെയ്യുവാനോ നമ്മൾ പലപ്പോഴും തുനിയാറില്ല. നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തി. അപ്പോൾ അത് കുടുംബത്തോടുള്ള ബന്ധത്തിൽ അത് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു പിതാവ് മകനെ അല്ലെങ്കിൽ മകളെ അത് ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തേണ്ടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും കുടുംബത്തോടുള്ള ബന്ധത്തിൽ അത് നമ്മൾ പാലിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു മകനെ സ്നേഹിക്കുന്ന അപ്പൻ അവൻ തീർച്ചയായിട്ടും തന്റെ മകനെ അല്ലെങ്കിൽ മകളെ ആ ഒരു ശിക്ഷണത്തിലും അല്ലെങ്കിൽ ബാലശിക്ഷയിലും ആ ഒരു ഉപദേശത്തിലും വളർത്തുക തന്നെ ചെയ്യും. നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാൻ ആ കുഞ്ഞിനെ അല്ലെങ്കിൽ എൻ്റെ മകനെ മകളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ മകന് എന്നോട് വെറുപ്പ് തോന്നും അല്ലെങ്കിൽ സ്നേഹക്കുറവ് തോന്നും. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല. മറിച്ച് ആദ്യമൊക്കെ ആ കുഞ്ഞിന് നമ്മളടുത്ത് സ്നേഹക്കുറവ് തോന്നുമെങ്കിലും കുറെ കഴിഞ്ഞ് വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ അടുത്ത് ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മക്കൾ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു നിലയിൽ തന്നെ സഭയോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഉപദേശം ആൾക്ക് ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു ഇടർച്ച അല്ലെങ്കിൽ ഒരു അകൽച്ചയൊക്കെ വന്നു എങ്കിലും പിന്നീട് അത് അവന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയോജനമുള്ളതായിട്ട് തീരും. അതിൽ യാതൊരു സംശയവും ഇല്ല. കൂടാതെ തന്നെ നമ്മൾ സഭയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയേമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാർ അത്രേ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയേമരുത്. അതായത് കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും ശിക്ഷിക്കുന്നു. അല്ലാതെ കർത്താവിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ശിക്ഷിക്കുന്നത്. നമ്മളെ കർത്താവിന് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവൻ നമ്മെ ശിക്ഷിക്കുന്നത്.
അപ്പോ ആ ശിക്ഷണത്തിനൊന്നും കീഴ്പ്പെടാതെ ജീവിക്കുന്നവരെ കുറിച്ചാണ് ആ അവസാനത്തെ ഒരു വാക്ക് അവിടെ പറയുന്നത്. അവർ കൗലേടയന്മാർ അത്രേ. കൗലേടയന്മാർ എന്താണ് ഈ കൗലേടയന്മാർ എന്ന് അവിടെ അർത്ഥമാക്കുന്ന? കൗലേടയന്മാർ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ബാസ്റ്റാർഡ്സ് എന്നുള്ള ഒരു പദമാണ് കൗലേടയന്മാർ. അതായത് കുറച്ചുകൂടി ഒരു മലയാള അർത്ഥത്തിൽ ആഴത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അയോഗ്യമായി ജനിച്ചവൻ അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്തവർ എന്നുള്ള അർത്ഥങ്ങളൊക്കെ അതിന് നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോ ഈ കർത്താവിന്റെ ശിക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു സഭയുടെ ശിക്ഷണത്തിനൊന്നും മുതിരാതെ അതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്നവരെ കുറിച്ച് പറയുന്ന പദമാണ്. അവരൊക്കെ കൗലേടയന്മാർ അത്രേ. കൗലേടയന്മാർ അത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം, കർത്താവ് താനെ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും ശിക്ഷിക്കുന്നു. നമുക്ക് ആ തീത്തോസിന്റെ ലേഖനത്തിൽ തന്നെ നമുക്ക് 2-ാമത്തെ അധ്യായത്തില് മുന്നോട്ട് പോകാം. ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. ആ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 2-ാമത്തെ വാക്യത്തിലോട്ട് നമുക്ക് പോകാം. അവിടെ പറയുന്നത്, വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം. അപ്പോ ഇവിടെ പറയുന്നത്, ഈ 2-ാമത്തെ വാക്യത്തിൽ വൃദ്ധന്മാരെ കുറിച്ച് പറയുന്നത്, അത് 3-ന്റെ ആദ്യം പറയുന്നത് വൃദ്ധന്മാരും അങ്ങനെ തന്നെ ആയിരിക്കണം. അതായത് ഈ 2-ാമത്തെ വാക്യത്തിൽ വൃദ്ധന്മാരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അതായത് 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൃദ്ധന്മാരെ കുറിച്ച് പറയുന്നത് അവര് സുബോധമുള്ളവരും ഗൗരവമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ അത് വൃദ്ധന്മാരോടുള്ള ബന്ധത്തിലും കൂടി ചേർത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ പ്രധാനമായിട്ടും ഒരു സഭയെ സംബന്ധിച്ച് ഒരു സഭയിൽ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല കൂട്ടത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഒരു സഭയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ വൃദ്ധന്മാർ ഉണ്ടായിരിക്കും, പിന്നെ വൃദ്ധമാർ ഉണ്ടായിരിക്കും, പിന്നെ ദാസന്മാർ ഉണ്ടായിരിക്കും, യജമാനന്മാർ ഉണ്ടായിരിക്കും, യുവാക്കൾ ഉണ്ടായിരിക്കും, യുവതികൾ ഉണ്ടായിരിക്കും. കൂടാതെ തന്നെ ഭിന്നത വരുത്തുന്നവരുണ്ടോ സഭയിൽ? അത് ഈ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ പഠിക്കുന്നതാണ്. 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് സഭയിൽ ഭിന്നത വരുത്തുന്നവർ. അപ്പോ പ്രധാനമായിട്ടും ഇത്രയും കൂട്ടരെ ഒരു സഭയെ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ 2-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, അവിടെ വൃദ്ധന്മാർ അല്ലെങ്കിൽ വൃദ്ധമാർ 2 കൂട്ടരെ ഒരുമിച്ച് എടുത്ത് നമുക്ക് അല്പകാര്യങ്ങൾ ചിന്തിക്കാം. വൃദ്ധന്മാർ വൃദ്ധമാർ. അപ്പോ അവിടെ ഇംഗ്ലീഷിൽ നമുക്ക് ആ പദം കാണുന്നത്, വൃദ്ധന്മാരെ കുറിച്ച് കാണുന്നത് ഏജ്ഡ് മാൻ, വൃദ്ധമാരെ കുറിച്ച് കാണുന്നത് ഏജ്ഡ് വുമൺ, പ്രായമുള്ളവർ, പ്രായമില്ലാത്തവർ. അപ്പോ നമുക്കറിയാം ഈ പ്രായത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യർക്ക് പ്രായത്തിന് പല സ്റ്റേജസുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യം ന്യൂബേൺ അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞുങ്ങൾ, പിന്നെ ജനിച്ചവർ അല്ലെങ്കിൽ പിന്നെ അത് വളർന്ന് കുഞ്ഞുങ്ങളാകും, പിന്നെ അവര് യുവാക്കളാകും, യുവതികളാകും, പ്രായമുള്ളവരാകും, പിന്നെ വാർദ്ധക്യമുള്ളവരാകും, നല്ല വാർദ്ധക്യമുള്ളവരാകും. ഇങ്ങനെ പല നിലയില് മനുഷ്യന്റെ സ്റ്റേജസ് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാല് ഞാൻ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അവൻ വാർദ്ധക്യത്തിൽ ഞാൻ കാണുന്നത്, അവന്റെ തലമുടി നരച്ചിട്ടുണ്ടെങ്കിൽ അവൻ വാർദ്ധക്യം വന്ന ആളാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ സ്ത്രീയുടെ തലമുടി നരച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രായമുള്ള അല്ലെങ്കിൽ വാർദ്ധക്യം തുടങ്ങിയ ആളാണ്. ഇപ്പോൾ ഉള്ള ജനറേഷനിൽ ഇപ്പോൾ എന്റെ തലമുടി എന്നെ നരച്ചിട്ടുണ്ട്, അപ്പോ അത് വാർദ്ധക്യം പ്രാപിച്ചവനാണെന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ 2-ാമത്തെ വാക്യത്തില് വൃദ്ധമാർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും അത് കുറച്ച് പ്രായം വന്നവരെ ഉദ്ദേശിച്ച് ആയിരിക്കണം അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രായം കുറച്ച് വന്നവർ, ഞാൻ പറഞ്ഞല്ലോ വാർദ്ധക്യത്തിന് പല സ്റ്റേജസുകളുണ്ട്. നല്ല വാർദ്ധക്യമുണ്ട്, പ്രായാധിക്യം അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ വർദ്ധിച്ചവർ, അങ്ങനെ പല സ്റ്റേജസുകളുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ
അവര് ഏജ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു യുവ തലമുറ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായം, അങ്ങനെ ഉള്ളവരെ ഉദ്ദേശിച്ചായിരിക്കണം അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളെ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ വിടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാർദ്ധക്യത്തിന് പല സ്റ്റേജസുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ അബ്രഹാം സാറയോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ ചിന്തിക്കുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു വാക്ക് ഉണ്ട്. അവിടെ അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായിട്ടുള്ള ഒരു പദം, വയസ്സ് ചെന്ന് വൃദ്ധരാകുക എന്നുള്ള പദം നമുക്ക് അബ്രഹാമിനും സാറയോടുള്ള ബന്ധത്തിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഈ വയസ്സ് ചെന്ന് വൃദ്ധരാകുക എന്നുള്ള പദം പുതിയ നിയമത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ സെക്കറിയാവ് എലിസബത്ത് ഈ ദമ്പതികളോടുള്ള ബന്ധത്തിൽ സെക്കറിയാവ് പറയുന്ന ഒരു പദവും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വയസ്സ് ചെന്ന് വൃദ്ധരായി എന്നുള്ള പദം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഏത് രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇവിടെ പറയുന്ന വൃദ്ധന്മാർ അവര് കുറച്ച് പ്രായം ചെന്നവരെ ഉദ്ദേശിച്ചായിരിക്കണം അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്തായാലും ഈ പ്രായം ചെന്നവർ എന്ന് പറയുമ്പോൾ അവർക്കൊരു കുടുംബം കാണും, അവർക്ക് തലമുറകൾ കാണും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ജീവിച്ചു പോകുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വൃദ്ധന്മാർ, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തി പറയുന്നത് വൃദ്ധന്മാർ. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ അവർ സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് 2-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രായത്തിൽ, അല്ലെങ്കിൽ യുവ തലമുറ കഴിഞ്ഞിട്ട് തുടങ്ങുന്ന പ്രായം, ഏജ്ഡ് ആയിട്ടുള്ളവരെ, ആ ഏജ്ഡ് എത്രയെന്നുള്ളത് നിങ്ങൾ തന്നെ നിശ്ചയിച്ചാൽ മതി, ഞാൻ പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഈ 2-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പറയുന്നത്. നമുക്കത് അല്പമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അവിടെ പറയുന്നത് വൃദ്ധന്മാർ അവര് നിർമ്മതർ ആയിരിക്കണം, പിന്നെ ഗൗരവം ഉള്ളവർ ആയിരിക്കണം, സുബോധമുള്ളവർ ആയിരിക്കണം, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവർ ആയിരിക്കണം. ആരോഗ്യമുള്ളവർ എന്ന് പറഞ്ഞാൽ ഉപദേശപരമായിട്ട് ഉപദേശിക്കുവാൻ അവരെ സാമർഥ്യമുള്ളവർ ആയിരിക്കണം. അപ്പൊ ഏകദേശം 6 കാര്യങ്ങളാണ് ഈ വൃദ്ധന്മാർ അവരോടുള്ള ബന്ധത്തില് പറഞ്ഞിരിക്കുന്നത്. നിർമ്മതന്മാരായിരിക്കണം, ഗൗരവമുള്ളവരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവർ ആയിരിക്കണം. അതില് 1-ാമത്തെ പദം നിർമ്മതർ എന്നുള്ള സോബർ, ആ വാക്ക് 1 തിമോത്തിയോസ് 3:2-11 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ ആ പദം വിടുകയാണ്. 2-ാമതായിട്ട് അവിടെ പറയുന്നത് അവര് ഗൗരവം ഉള്ളവർ ആയിരിക്കണം. ഇംഗ്ലീഷിൽ ഡിഗ്നിഫൈഡ് അല്ലെങ്കിൽ ഗ്രേവ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വൃദ്ധന്മാർ അവര് ഗൗരവം ഉള്ളവർ ആയിരിക്കണം. ഗൗരവം ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യഗൗരവം ഉള്ളവർ ആയിരിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഗൗരവം എന്ന് പറയുമ്പോൾ അവരുടെ മുഖമൊക്കെ ഒന്ന് വല്ലാതെ കടുപ്പിച്ച് എന്ത് പറഞ്ഞാലും ഇങ്ങനെ പെരുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവത്തെ കുറിച്ചല്ല, ഗൗരവം പിടിച്ചിരിക്കുന്നവരെ കുറിച്ചല്ല അവിടെ പറയുന്നത്. ഏത് കാര്യം പറഞ്ഞാലും ആ കാര്യത്തിനോട് ക്രിയാത്മകമായിട്ട് പെരുമാറുന്നവർ, അല്ലെങ്കിൽ ഒരു ഗൗരവം ഉള്ളവർ ആയിരിക്കണം പ്രായാധിക്യത്തിൽ, അല്ലെങ്കിൽ പ്രായം ചെന്നവരെ കുറിച്ച് അവിടെ പറയുന്നത്. അത് അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം നമുക്കറിയാം, നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ഒരു സഭ എന്ന നിലയിൽ സഭയിൽ പലതരത്തിൽ ഘടകത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മനുഷ്യർ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രായം കുറഞ്ഞവർ പ്രായം കൂടിയവർ, അവർക്കാണല്ലോ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ ഈ ഒരു ഗൗരവ മനോഭാവത്തോട് കൂടി ആയിരിക്കരുത്. കൂടാതെ മറിച്ച് ആ കാര്യഗൗരവം, അല്ലെങ്കിൽ അവർ പറയുന്നതിന് അതിനൊരു ഒരു മറുപടി, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവർ ആയിരിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അവരെ കാര്യഗൗരവം ഉള്ളവർ ആയിരിക്കണം. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞു അതിനോട് മുഖം മറച്ചു കളയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ആയിരിക്കരുത്.
അപ്പോൾ മൂന്നാമതായിട്ട് പറയുന്നത് സുബോധം ഉള്ളവർ ആയിരിക്കണം. സുബോധം, നമ്മൾ ആ വാക്ക് നമ്മൾ ആൾറെഡി അത് പഠിച്ചു കഴിഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു അത് മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ മൂപ്പൻ സുബോധമുള്ളവനായിരിക്കണം എന്നുള്ള പദം പഠിച്ചപ്പോൾ നമ്മൾ അത് ചിന്തിച്ചു കഴിഞ്ഞ വിഷയമാണ്. സുബോധം എന്ന് പറയുമ്പോൾ നമ്മൾ അത് പഠിച്ചതാണ്, ഉണർന്നിരിക്കുന്നവൻ അല്ലെങ്കിൽ ആത്മനിയന്ത്രണം ഉള്ളവനായിരിക്കണം. അപ്പോൾ ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ളവർ സുബോധം ഉള്ളവർ ആയിരിക്കണമെന്നും ഈ തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ നാലാമതായിട്ട് ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്ന വേറൊരു പദം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർ ആയിരിക്കണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർ, അതായത് സൗണ്ട് ഇൻ ഫെയ്ത്ത്. ഈ ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ പറയുന്ന വൃദ്ധന്മാർ, വൃദ്ധമാർ, അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർ ആയിരിക്കണം. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഒരു ഉദാസീനമായിട്ടുള്ള ഒരു വിശ്വാസമോ അല്ലെങ്കിൽ തെറ്റ് കലർന്നതോ ആയിരിക്കരുത്. അവരുടെ വിശ്വാസം പഥ്യോപദേശം, അത് നമ്മൾ മറക്കാതെ നമ്മൾ മനസ്സിൽ വെച്ചുകൊള്ളുക. ഒരു ആരോഗ്യമുള്ള ഉപദേശം അവർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അത് വൈകാരികമോ അല്ലെങ്കിൽ തണുത്തു പോകുന്നതോ ആയിരിക്കരുത്. അവര് വിശ്വാസത്തിൽ എപ്പോഴും ആരോഗ്യമുള്ളവർ ആയിരിക്കണം. അതായത് മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസം പകർന്നു കൊടുത്ത് അവരെ കൂടെ ആരോഗ്യമുള്ളവർ ആക്കുന്നവർ ആയിരിക്കണം. അപ്പോൾ ആ നിലയിലാണ് പറയുന്നത് അവര് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്റെ തെറ്റുകൾ അല്ലെങ്കിൽ എന്റെ സംശയങ്ങളൊക്കെ അവരോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരോട് ഞാൻ പറയുമ്പോൾ അതിനൊക്കെ ദൂരീകരിക്കുന്ന ഒരു മറുപടി കൊടുക്കുവാൻ തക്ക കഴിവുള്ളവർ ആയിരിക്കണം ഈ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർ. അല്ലെങ്കിൽ അവർക്കും മറുപടി പറയാൻ പറ്റാതെയാവും, ഈ പറയുന്ന നമുക്കും ഒരു നിലയിലും ഒരു മറുപടി കിട്ടാതെയാവും. അപ്പോൾ അങ്ങനെ ആയിരിക്കരുത്. അപ്പോൾ ഈ പ്രായം അല്ലെങ്കിൽ വൃദ്ധന്മാർ അവർ വിശ്വാസത്തിൽ എപ്പോഴും ആരോഗ്യമുള്ളവർ ആയിരിക്കണം. കൂടാതെ തന്നെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർ എന്ന് പറയുമ്പോൾ മറ്റുള്ള സഹവിശ്വാസികൾക്ക് കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രോത്സാഹനവും ഉത്തേജകവും എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കേണ്ടുന്നവർ ആയിരിക്കണം. അതാണ് പറയുന്നത് അവർ ആരോഗ്യമുള്ളവർ ആയിരിക്കണം. അപ്പോൾ ആ നിലയിലൊക്കെ ഈ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർ എന്നുള്ള പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ അഞ്ചാമതായിട്ട് അവിടെ പറയുന്ന വേറൊരു പദമെന്ന് പറയുന്നത് അവര് സ്നേഹത്തിൽ ആരോഗ്യമുള്ളവർ ആയിരിക്കണം. നമുക്കറിയാം ഈ സ്നേഹത്തിന്റെ വിവിധ ഘടകങ്ങളെ കുറിച്ച് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ സ്നേഹത്തിന്റെ വിവിധ ഘടകങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നുമില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. അപ്പോ ഈ സ്നേഹത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ പറയുന്നു. സ്നേഹം അത് ദീർഘക്ഷമ കാണിക്കുന്നു, ദയ കാണിക്കുന്നു, ഔദാര്യം കാണിക്കുന്നു, വിനയം കാണിക്കുന്നു, ഭവ്യത കാണിക്കുന്നു, നല്ല പ്രകൃതം കാണിക്കുന്നു, നീതി കാണിക്കുന്നു. ഇങ്ങനെയുള്ള അനേക അർത്ഥങ്ങളൊക്കെ ഈ സ്നേഹത്തിന്റെ ഘടകങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വൃദ്ധന്മാർ അല്ലെങ്കിൽ വൃദ്ധമാർ, ഈ ഏജ്ഡ് ആയിട്ടുള്ള അവർ സ്നേഹത്തിൽ ഈ നിലയിലൊക്കെ അവർ ആരോഗ്യമുള്ളവർ ആയിരിക്കണമെന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. കൂടാതെ തന്നെ ഒരു കാര്യം കൂടി അവരോടുള്ള ബന്ധത്തിൽ പറയുന്നത് സഹിഷ്ണുതയിൽ ആരോഗ്യമുള്ളവർ ആയിരിക്കണം. നമുക്കറിയാം സഹിഷ്ണുത എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ അല്ലെങ്കിൽ നിശബ്ദമായിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഊമനായിരിക്കുക, മൗനമായിട്ട് ഇരിക്കുക എന്നൊക്കെ ഈ സഹിഷ്ണുതയ്ക്ക് നമുക്ക് അർത്ഥങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതായത് വിശ്വാസത്തിൽ അല്ലെങ്കിൽ സഹിഷ്ണുതയിൽ ആരോഗ്യമുള്ളവർ എന്ന് പറയുമ്പോൾ
എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് ശരിയായിട്ടുള്ള അല്ലെങ്കിൽ അത് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അത് മറ്റ് തലങ്ങളിലേക്ക് തെറ്റായ രീതിയിൽ പോകുമെന്നുള്ള ഉറപ്പെനിക്കുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കാതെ അതിനെതിരായിട്ട് മിണ്ടാതെ ഇരിക്കുക അല്ലെങ്കിൽ മൗനമായി ഇരിക്കുക എന്നാണ് ഈ സഹിഷ്ണുതയിൽ ആരോഗ്യമുള്ളവർ എന്ന് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം സങ്കീർത്തനങ്ങളിൽ 37-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്ന് അത് ശരിയാണെന്നുള്ളത് പറയണം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ പ്രശ്നങ്ങൾ വഷളാകാതെ അതിനോട് പ്രതികരിക്കാതെ അത് സർവവും ദൈവത്തിന് ഫലമേൽപ്പിച്ച് നല്ല അല്ലെങ്കിൽ ഫലമേൽപ്പിച്ച് മിണ്ടാതെ മൗനമായിരിക്കുക. അതാണ് ആ പ്രശ്നത്തിനുള്ള ഏറ്റവും വലിയ ഒരു മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പല നിലയിലുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് കർത്താവിനോട് പറയുക, അത് ദൈവത്തെ ഫലമേൽപ്പിക്കുക, മൗനമായിട്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയ ഒരു സൊല്യൂഷനായിട്ട് ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. നമുക്ക് അല്പസമയം കൂടെ ഉണ്ടല്ലോ. 1-2 കാര്യങ്ങൾ കൂടെ വൃദ്ധന്മാരെ കുറിച്ച് അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അത് തുടർന്ന് അങ്ങനെ തന്നെയെന്ന് പറയുമ്പോൾ അത് വൃദ്ധന്മാർക്കും കൂടി അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെയും കൂടെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇത്ര 6 കാര്യങ്ങൾ പറഞ്ഞത്. കൂടാതെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ വൃദ്ധന്മാരെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. 2-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ താഴോട്ട് വരുമ്പോൾ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 2:3. മതി. അവിടെ പറയുന്നത്, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ബിഹേവിയർ ആസ് ബിക്കം ഹോളിനസ്. നടപ്പിൽ പവിത്ര യോഗ്യരായിട്ട് നടക്കണം. ഇത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ പവിത്രമായത് എന്ന് ഉദ്ദേശിക്കുന്നത് നിർമ്മലമായത് അല്ലെങ്കിൽ കളങ്കമില്ലാത്തത്. അത് എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ സഹോദരിമാർ എങ്ങനെ അല്ലെങ്കിൽ അവരുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം, പവിത്രമായിട്ട് നിർമ്മലമായിട്ടുള്ള നടപ്പ് എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ആ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനവുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീരും. അപ്പോൾ ഇതിലെ ഈ വാക്യങ്ങൾ വളരെ തീത്തോസിന്റെ ലേഖനവുമായിട്ട് വളരെയധികം സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വിശുദ്ധ സ്ത്രീകളെന്നൊക്കെയുള്ള പദം കാണുന്നുണ്ട്. അതുപോലെ തന്നെ തീത്തോസിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ പദങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഏജ്ഡ് അല്ലെങ്കിൽ വൃദ്ധന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ നടപ്പ് നിർമ്മലമായിട്ടുള്ള നടപ്പ് ആയിരിക്കണം. അവിടെ പറയുന്ന ഭയത്തോട് കൂടിയുള്ള നിർമ്മലമായ നടപ്പ്, അതായത് കളങ്കമില്ലാത്ത നടപ്പ്. അതിനൊരു ഉദാഹരണവും അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് അത് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതായത് അവിടെ പറയുന്നത്, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം, അതായത് ഭർത്താക്കന്മാർ വചനം അനുസരിക്കാത്ത പക്ഷം
ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു സഭയോടുള്ള ബന്ധത്തിൽ സഹോദരന്മാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ സഹോദരന്മാർക്ക് വന്നു കഴിഞ്ഞാൽ അവരാദ്യം അറിയിക്കുക ആരെടുത്താ? അവർ ഭവനത്തിൽ ഭാര്യമാരോട് ആയിരിക്കും ഇന്ന പ്രശ്നങ്ങൾ അറിയിക്കുക. അപ്പോ അവിടെ വരുമ്പോൾ അവിടെ ഭാര്യയുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം? ഭർത്താവ് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഭിന്നമായിട്ടുള്ള അഭിപ്രായം, അല്ലെങ്കിൽ ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ഭിന്ന അഭിപ്രായം വന്നു, ഞാൻ അത് വന്ന് വീട്ടിൽ ഭാര്യയോട് ഷെയർ ചെയ്തു. അപ്പോൾ ഭാര്യ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് 2 മറുപടി കൂടെ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, മറുപടി ഒന്നുകൂടി കൊടുക്കണമായിരുന്നു എന്നാണോ പറയേണ്ടത്? അങ്ങനെ അല്ല കൊടുക്കേണ്ടുന്നത്. അവിടെ ഭാര്യ ഭർത്താവിനെ ഉപദേശിക്കുവാനൊന്നും പറഞ്ഞിട്ടില്ല, അവിടെ വചനം പറഞ്ഞു കൊടുക്കുവാനും പറഞ്ഞിട്ടില്ല. ഭാര്യയുടെ നിർമ്മലമായിട്ടുള്ള നടപ്പ് അത് ഭർത്താവ് കണ്ട് അറിഞ്ഞ് തനിക്കുള്ള തെറ്റ് അല്ലെങ്കിൽ തന്റെ കുറവ് എന്താണെന്നുള്ള മനസ്സിലാക്കി അത് മടങ്ങി വരുമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ വളരെയധികം ചിന്തിച്ച ഒരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്. അത് വീട്ടിൽ വന്ന് ഭാര്യയുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അത് ആ മറ്റേ വ്യക്തിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ ഒരു നിർമ്മലം അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം അല്ലെങ്കിൽ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവം കണ്ടറിഞ്ഞ് ഭർത്താവ് മടങ്ങി വരണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവിടെ പറയുന്ന നിങ്ങളുടെ വചനം കൂടാതെ ഭാര്യയുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളത് അല്ല. അല്ലാതെ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഭാര്യമാർ പറയരുത്, നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയിട്ട് വരാം, ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് വരാം, ഒരു എൻജോയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പുറത്തൊക്കെ പോയിട്ട് വരാം, അപ്പോൾ ഒരു റിലാക്സ് ഒക്കെ കിട്ടും, അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഒരു തണുത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെ അല്ല ചെയ്യേണ്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അലങ്കാരം അല്ലെങ്കിൽ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കൊണ്ട് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നവരിന് ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും, അതായത് പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ആ പ്രശ്നം വഷളാക്കാതെ തങ്ങളുടെ നിർമ്മലമായിട്ടുള്ള കളങ്കമില്ലാത്ത ആ ഭാര്യയുടെ നടപ്പ് കണ്ട് വചനം കൂടാതെ ഈ ഭർത്താവ് മടങ്ങി വരണം. അല്ലാതെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ആ ഭർത്താവിന് ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയല്ല ഭാര്യമാർ ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ചിന്തിക്കുകയും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം വരണമെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലായാലും സഭയിലായാലും സഹോദരിമാർക്ക് വളരെയധികം സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിൽ സഹോദരിമാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവരെ സഹോദരന്മാരെ ആശ്വസിപ്പാനും നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുവാനും ഒരു താഴ്മയുടെ മനോഭാവം കാണിച്ചു കൊടുക്കേണ്ടുന്നത് സഹോദരിമാരാണ്. അല്ലാതെ ഈ ഒരു കത്തുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി അല്ല സഹോദരിമാർ ചെയ്യേണ്ടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വചനം എടുത്തു വെച്ച് അവരെ ഒന്ന് ഉപദേശിക്കാനായിട്ട് വേദപുസ്തകം പറയുന്നില്ല. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്ത്രീയുടെ തല പുരുഷനെന്ന് പറയുന്നുണ്ട്, സ്ത്രീയോ പുരുഷന്റെ തേജസ് എന്ന് പറയുന്നുണ്ട്. അപ്പോ വചനപരമായിട്ടുള്ള ഉപദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ നിർമ്മലമായിട്ടുള്ള ആ നടപ്പ് കണ്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം വരണമെന്നാണ് ഇവിടെ പത്രോസിന്റെ ഈ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുക എന്നുള്ളത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനായിട്ട് ഇടയാകും. അപ്പൊ അവിടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവാനായിട്ട് തീരും, ചേർന്ന് വരുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഞാൻ ആ വേദഭാഗം അവിടെ നിന്ന് വിടുകയാണ്. കൂടാതെ തന്നെ നമുക്കൊരു വേദഭാഗം കൂടെ അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. തിമത്യോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 9 മുതൽ
12 വരെയുള്ള വാക്യങ്ങൾ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ 2 തിമോഥെയോസ് 2:9-12. ഓക്കെ, ഞാൻ വേദഭാഗം എഴുതിയത് മാറിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്ര? ഓക്കെ, 1 തിമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ. അതുകൊണ്ട് സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവയെ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികൾ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടുകൂടി പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഭർത്താവിനെ, പുരുഷനെ വചനം പഠിപ്പിക്കാനോ ഉപദേശിപ്പിക്കാനോ എന്താ അതിന്റെ ആവശ്യകതയൊന്നുമില്ല. ഇവിടെ ഒരു പദം കൂടി പറയുന്നത് സൽപ്രവർത്തികൾ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടുന്നത്. സൽപ്രവർത്തികൾ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പത്രോസ് എഴുതിയ ലേഖനത്തിൽ വായിച്ചത് അവരുടെ നിർമ്മലമായിട്ടുള്ള നടപ്പ് കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വേദഭാഗത്ത് വരുമ്പോൾ അവരുടെ സൽപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കണം. സൽപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കണം. ഇത് നമ്മൾ ശ്രദ്ധിച്ച് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കൂടാതെ തന്നെ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചെടുത്ത് അവിടെ താഴോട്ട് 1 പത്രോസ് 3:4 വരുമ്പോൾ അവിടെ പറയുന്ന വേറൊരു കാര്യം, സൗമ്യതയും സാവധാനവുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനെ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയത് ആകുന്നു. അപ്പോൾ സഹോദരിമാരുടെ ബന്ധത്തിൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ സൗമ്യത ഇതിനൊക്കെ പുറമെയായിട്ട് സൽപ്രവർത്തികള്, നിർമ്മലമായ നടപ്പ്, അതിനൊക്കെ പുറമെയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് സൗമ്യതയുള്ള, സാവധാനമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ദൈവസന്നിധിയിൽ വിലയേറിയതായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ 1-2 കാര്യങ്ങളോടെ ആ ലേഖനത്തിന്റെ ബന്ധത്തിൽ പറയട്ടെ. അവിടെ അവസാനം നമ്മൾ അബ്രഹാം, സാറ ഇവരുടെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ 6-ാമത്തെ വാക്യം, അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. അപ്പോൾ ഈ സൽപ്രവർത്തികൾക്കും ഈ നിർമ്മലമായിട്ടുള്ള നടപ്പിനൊക്കെ ഉദാഹരണമായിട്ട് ഇവിടെ അബ്രഹാം, സാറ ഇവരുടെ കുടുംബജീവിതം അല്ലെങ്കിൽ ഈ 2 വ്യക്തികളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായിട്ട്, അബ്രഹാം, സാറ. അപ്പോ ഈ സാറയ്ക്ക് ഈ നിർമ്മലമായിട്ടുള്ള നടപ്പുണ്ടായിരുന്നു, സൽപ്രവൃത്തി ഉണ്ടായിരുന്നു, കളങ്കമില്ലാത്ത മനസ്സുണ്ടായിരുന്നു, സൗമ്യത ഉണ്ടായിരുന്നു. ഇതൊക്കെ സാറയുടെ ഉള്ളിൽ അല്ലെങ്കിൽ സാറയുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഈ സാറ അബ്രഹാമിനെ എങ്ങനെയാ വിളിച്ചിരുന്നത്? അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു താഴ്മയുടെ ഒരു പദമാണല്ലേ. നമുക്കറിയാം, ഒരു ഭാര്യ ഭർത്താവിനെ, അത് അവര് ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഏത് രീതിയിലാണ് അവരുടെ മനസ്സിൽ നിന്ന് അവരെ വിളിക്കുന്നത്, അത് എന്തും അവർക്ക് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചേട്ടാന്ന് വിളിക്കാം, അച്ചായ എന്ന് വിളിക്കാം, അങ്ങനെയുള്ള പല പേരുകൾ അവരെ വിളിക്കാനുള്ള എല്ലാ സാവകാശമുണ്ട്. അത് അവരുടെ സ്നേഹത്തിന്റെ പുറത്തു നിന്ന് അവരെ വിളിക്കുന്നതാണ്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്നു. അപ്പോ ഇന്നുള്ള കാലയളവിലൊക്കെ നമുക്കറിയാം, ഇങ്ങനെ ഭർത്താക്കന്മാര് ഇങ്ങനെയുള്ള വിനയപൂർവമായിട്ടുള്ള പേരൊന്നും വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നുകിൽ അവരുടെ
പേര് പറഞ്ഞു വിളിക്കും. ഒരു ബഹുമാനോ ഒന്നും കൊടുക്കാതെ അവരെ പേര് പറഞ്ഞു വിളിക്കുക, അല്ലെങ്കിൽ ഒരു പേരും ഒന്ന് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ അവരെ ഒന്ന് വിളിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കുവാനായിട്ട് പാടില്ല. ഒരു വിനയമുള്ള, ഒരു കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിന് എല്ലാവിധമായിട്ടുള്ള ബഹുമാനവും കൊടുക്കേണ്ടതാണ്. ഞാൻ എവിടെയാണെന്ന് ചിന്തിക്കുന്നില്ല, ഓർക്കുന്നില്ല. ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നതാണ് ശൂശു എന്ന് വിളിക്കും. അത് ഒന്നുകിൽ പേരും വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്നേഹത്തിന്റെ അർത്ഥമായിട്ടുള്ള പദങ്ങളൊന്നും വിളിക്കുന്നില്ല. ശൂശൂതെ ഇങ്ങോട്ട് നോക്കിയേ, ഇത് ഏതർത്ഥത്തിലാണ് വിളിക്കുന്നതിന് എനിക്കറിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങളൊന്നും ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുവാനായിട്ട് പാടില്ല. അവർക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനവും ബഹുമാനവും കൊടുക്കേണ്ടുന്നത് ആവശ്യമാണ്. കൂടാതെ തന്നെ പഴയ നിയമത്തിൽ അബ്രഹാം സാറയ്ക്ക് പുറമെ റിബേക്കയെ കുറിച്ച് നമ്മൾ കാണുന്നത്, റിബേക്ക ഇസഹാക്കിനെ റിബേക്ക, അതായത് എലയാസർ ഇസഹാക്കിന് വേണ്ടിയിട്ട് വിവാഹാലോചനയ്ക്ക് പോയപ്പോൾ ഈ റിബേക്കയും കൂട്ടി തിരിച്ചു വരുമ്പോൾ റിബേക്ക ഒട്ടകപ്പുറത്തിരുന്ന് ഇസഹാക്കിനെ കണ്ടപ്പോൾ റിബേക്ക ഒരു മൂടുപടം എടുത്ത് തലയിൽ ഇട്ടു. അത് ഒരു ബഹുമാനത്തിന്റെ ഒരു സൂചകമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റിബേക്ക, ഇസഹാക്ക്, അബ്രഹാം, സാറ, ഇവരൊക്കെ, ഈ സ്ത്രീകളൊക്കെ, സാറയും റിബേക്കയും ഒക്കെ ബഹുമാനിക്കുന്നതിൽ ഏറ്റവും അഭിമാനമുള്ളവരായിരുന്നു. കൂടാതെ തന്നെ സമയം ആയല്ലോ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വരുമ്പോൾ 4-ാമത്തെ അധ്യായം, അവിടെ ദെബോരയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദെപ്പീലോത്തിന്റെ ഭാര്യയായ ദെബോര. ആ ദെബോരയും ഈ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദെബോര ഒരു പ്രവാചികയായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ, വേദപുസ്തകത്തിൽ എത്ര പ്രവാചികന്മാരുണ്ട്? പ്രവാചകന്മാരല്ല, പ്രവാചികന്മാർ, സ്ത്രീകൾ. പ്രവചിക്കുന്ന എത്ര സ്ത്രീകളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്? എത്ര പേരുണ്ട്? ഞാൻ തന്നെ പറയാം. മിരിയാമിനെ പ്രവാചിക എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 20-ാമത്തെ വാക്യം. പിന്നെ ഇപ്പോ പറഞ്ഞ ദെബോര ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പിന്നെ 2 രാജാക്കന്മാർ 22-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രവാചികയുണ്ട്, ഹുൽദ പ്രവാചകി. അതായത് ശല്ലൂമിന്റെ ഭാര്യ ഹുൽദ പ്രവാചകി. കൂടാതെ തന്നെ നെഹമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നോവദ്യ എന്നുള്ള ഒരു പ്രവാചിയെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. അത് നെഹമ്യാവിനെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ച കള്ളപ്രവാചകി. അത് അങ്ങനെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, നോവദ്യ. കൂടാതെ തന്നെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഹന്നയെ കുറിച്ച് പറയുന്നുണ്ട്. ഹന്ന ഒരു പ്രവാചികയായിട്ട് കാണുന്നുണ്ട്. അതായത് ഫനുവേലിന്റെ മകൾ ഹന്ന. അതായത് വിവാഹശേഷം 7 വർഷം കുടുംബജീവിതം കഴിച്ചു, എന്നാൽ ഏകദേശം 84 വർഷത്തോളം ഒരു വിധവയായിട്ട് ജീവിച്ച ഹന്നയെ കുറിച്ചും ഹന്ന പ്രവാചകി എന്ന് അവിടെ പറയുന്നു. കൂടാതെ തന്നെ ഹന്ന വയസ്സ് ചെന്ന് വളരെ വൃദ്ധയായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഏകദേശം 5 പ്രവാചികമാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ? ഞാൻ ഇത് അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് 5 പേര്. കൂടാതെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ വരുമ്പോൾ 21-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസിന് പ്രവചിക്കുന്ന 4 പുത്രിമാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും പ്രവചിച്ചതായിട്ട് അവിടെ പറയുന്നില്ല. അവരെ പ്രവാചികമാരെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. പ്രധാനമായിട്ടും ഈ 5 പേരെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ പ്രവാചികമാരായിട്ട് പ്രവചിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഞാൻ ഈ ദെബോരയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഭാര്യമാർ അവർ കീഴ്പ്പെട്ട് തന്നെ ജീവിക്കേണ്ടുന്നത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ സഹോദരിമാർക്ക് സഭാജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒരു ഏറിയ സ്ഥാനം അല്ലെങ്കിൽ ഒരു ഏറിയ പങ്കുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയിൽ അവിടെ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
അതായത് കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ആ സമയത്ത് നടന്നു പോകുമ്പോൾ അവിടെ ഏറിയ പങ്കും സ്ത്രീകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് അവനെക്കുറിച്ച് വിലപിച്ചതും മുറയിട്ടതുമൊക്കെയും അനേകം സ്ത്രീകളായിരുന്നു. കൂടാതെ തന്നെ യേശുവിന്റെ കല്ലറയ്ക്കൽ പോയത് അവിടെ പുരുഷന്മാരല്ല, അവിടെ സ്ത്രീകളാണെന്ന് വളരെ വ്യക്തമായിട്ട് മത്തായി സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. കൂടാതെ തന്നെ യേശുക്രിസ്തുവിന് ഭൂമിയിലായിരുന്നപ്പോൾ അവനെ ശുശ്രൂഷിച്ചതും അവന് വേണ്ടി പണം ചിലവിട്ടതും സ്ത്രീകളായിരുന്നു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യം പ്രത്യക്ഷമായത് മദലക്കാരത്തി മറിയയ്ക്കായിരുന്നു. അപ്പോൾ പുരുഷന്മാർ പരാജയപ്പെട്ട സ്ഥാനത്തൊക്കെ ദൈവം സ്ത്രീകളെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവരൊക്കെ വളർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഒരു സഭയോടുള്ള ബന്ധത്തിലും കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലും സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് അവർക്ക് ഏറ്റവും വലിയ സ്ഥാനം തന്നെ ഉണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. ഒരു കാര്യം കൂടി സഹോദരിമാരുള്ള ബന്ധത്തിൽ അവിടെ തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നത് അവരെ ഏഷണി പറയാത്തവരായിരിക്കണം. അത് 3-ാമത്തെ വാക്യത്തിൽ അവസാനം പറയുന്നുണ്ട്. അത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മളത് ശുശ്രൂഷക്കാരോടുള്ള ബന്ധത്തില് ശുശ്രൂഷക്കാരത്തികളോടുള്ള ബന്ധത്തിൽ സഹോദരിമാർ ഏഷണി പറയാത്തവരായിരിക്കണം എന്നുള്ള ഭാഗം പഠിച്ചപ്പോൾ അത് നമ്മൾ ചിന്തിച്ച കാര്യമാണ്. അത് ഞാൻ അവിടെ വിടുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ, സഭയോടുള്ള ബന്ധത്തിൽ അവിടെ ഉപദേശത്തിന്റെ പ്രാധാന്യതയുണ്ട്. നമ്മൾ ഉപദേശിക്കണം, എന്നാൽ മാത്രമേ സഭയ്ക്കൊരു ചട്ടക്കൂട് ഉണ്ടായിരിക്കുകയുള്ളൂ. ഉപദേശത്തിന് ആ നിലയിൽ വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം ചിന്തിച്ചു. അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള സഹോദരന്മാർ അവർ എങ്ങനെ ആയിരിക്കണമെന്നുള്ള കാര്യവും നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചു. കർത്താവ് വരുവാൻ താമസിച്ചാൽ നമുക്ക് ആ 3-ാമത്തെ വാക്യത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഭവനത്തിൽ പോയി 2-ാമത്തെ അധ്യായം വായിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി പഠിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുമല്ലോ. ഈ നിലയിൽ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അവന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.